നന്നായിരുന്നു. കുറേ ചിരിക്കാനുണ്ട്, കോമഡി ഉണ്ട്, പിന്നെ അതേപോലെ നമുക്ക് വിഷമാവുന്ന കുറേ പാർട്സും ഉണ്ട്, പിന്നെ നല്ല സോങ്സ് ഉണ്ട്. ഓവറോൾ നല്ലൊരു മൂവിയാണ്. എല്ലാവരുടെയും പെർഫോമൻസും നല്ലതായിരുന്നു. ഇങ്ങനെ ഒരു പ്രണയ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്ന് വെച്ചാൽ അത് വ്യത്യസ്തമായിട്ടൊരു ജോണറാണ്. പ്രായമുള്ള ആൾക്കാരുടെ ഒരു പ്രണയം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മൂവിയാണ്. അടുത്ത ബിജിഎം കാര്യങ്ങളൊക്കെ മ്യൂസിക് സിനിമാറ്റോഗ്രാഫി എല്ലാം നല്ല രസമുണ്ട്. പിന്നെ പടത്തിൻ്റെ ആ ഒരു മെയിൻ കണ്ടന്റാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു പടം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല. വ്യത്യസ്തമായിട്ട് നമുക്ക് ലൈഫിൽ എന്താ പറയുക എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു ഇതില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. കാണണം, എല്ലാവരും കാണണം. ലൈഫിൽ നമുക്കെല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നല്ല മൂവി. എനിക്ക് ഭയങ്കര ഫീൽ അടിപൊളി പടം. വളരെ മനോഹരമായിരുന്നു. അമ്മയുടെ ശബ്ദമാണ് ഇവിടെ. ജയരാജേട്ടൻ്റെ അഭിനയവും അമ്മയുടെ അഭിനയമൊക്കെ ഒന്നിനൊന്നും മികച്ചിട്ട് ഞാൻ പലതവണ ഡബ് ചെയ്യുമ്പോഴും ഈ സീൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നും അറിയാതെ കണ്ടു നനഞ്ഞു പോയി. വളരെ മനോഹരം, ഹൃദയത്തെ സ്പർശിക്കുന്നു. സൂപ്പർ മൂവി. ചെറുപ്പക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ കാണേണ്ട ഒരു സിനിമ. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒത്തിരി പേരുണ്ടല്ലോ, നമുക്ക് തന്നെ അറിയാവുന്ന ചുറ്റും അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ മക്കളാണ് ഇത് ആദ്യം വന്ന് കാണേണ്ടത്. എന്നിട്ട് അവരൊന്ന് ഇരുന്ന് ചിന്തിക്കണം ശരിക്കും എങ്ങനെയാണ്. തീർച്ചയായിട്ടും നമ്മളെ ലാസ്റ്റത്തെ സീനൊക്കെ നമുക്ക് ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, ഞാൻ പറയായിരുന്നു കരയാതിരിക്കാനായിട്ട് ഒരുപാട് നമ്മൾ ടെക്നിക്കുകളൊക്കെ ഞാൻ പ്രയോഗിച്ചു പോയി, പക്ഷെ പറ്റുന്നില്ല. നമുക്ക് വെരി ഹാർട്ട് ടച്ചിങ്. വ്യത്യസ്തമായ പ്രമേയമാണ്. ഇതുവരെ ഒന്നും ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ പോലെയല്ല, വ്യത്യാസമുണ്ട്. എല്ലാവരും വന്ന് കാണണം. നല്ല പടമാണ്. വളരെ സൂപ്പർ പടം, വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ മോളായത് ഒരു പാട്ട് പാടിയുണ്ട്. അടിപൊളി മൂവി, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും എന്തായാലും കണ്ടിരിക്കേണ്ട മൂവിയാണ്. പ്രായമായിട്ടുള്ളവരുടെ ഒരു ലവ് സ്റ്റോറി സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് അഭിജിക്കാരുടെ. പിന്നെ ഗോവിന്ദാട്ടൻ്റെ മ്യൂസിക് അടിപൊളി പാട്ട്. ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ച ഓരോ ക്യാരക്ടറായ പോലും ചെറിയ വേഷങ്ങൾ ചേട്ടനെ കണ്ടില്ലേ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ആ ഫ്ലെക്സിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അവരെ കൊണ്ട് തന്നെ അഭിജിത്ത് ഡബ് ചെയ്യിപ്പിച്ചു. എല്ലാം മറ്റേ കലങ്ങളിലിരിക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞാൽ ഭയങ്കര ശരിയല്ലോ സീനൊക്കെ. എല്ലാവരും നന്നായിട്ട് ഓരോ ചെറിയ സീൻ ചെയ്തവരും ഗംഭീരമാണ്. ഒറ്റ ലുക്കേ പക്ഷേ സൂപ്പറായിരുന്നു. ചെറിയൊരു കഥയാണ്, ഇത്ര ഇമോഷണലായിട്ട് ഒരു അവാർഡ് പടത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിക്കുന്നത് ഈ ഒരു സിനിമ ആയിരിക്കത്തില്ലേ? അവാർഡ് പടം അല്ലേ ഇത്? അവാർഡ് കുറെ കിട്ടി ഞങ്ങൾക്ക്. അവാർഡ് കുറെ അങ്ങനെ നമുക്ക് ഫിലിം ഫെസ്റ്റിന് ഒരു ചെറിയ തിയേറ്ററിൽ നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ഫിലിം ഫെസ്റ്റിന് വരാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് നമുക്കിപ്പോൾ. അടുത്ത ഫിലിം ഫെസ്റ്റിനെങ്കിലും കിട്ടിയാൽ വലിയ എല്ലാവരും ഒന്ന് കാണണം പടം. കാര്യം ജനങ്ങളിൽ എത്തണമായി പടം. ഇത് ഒരുപാട് പേർക്ക് ടച്ച് ചെയ്യുന്ന ഫിലിംസാണ്. അതുകൊണ്ട് ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ അത് ഹാപ്പിയാവും, നമുക്കും സന്തോഷം. കാരണം ഇത്ര ഒരു വലിയൊരു പടമല്ല, നല്ലൊരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയത് വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ്. പ്രായത്തിന് പ്രണയിക്കാൻ പ്രായം ഒരു തടസ്സമല്ല എന്നാണ് പറഞ്ഞത്. ഏത് ടൈപ്പ് ഓഡിയൻസിനും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു ടൈപ്പ് ഫിലിമാണ്. അവർ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ചിരിക്കാനും അത്യാവശ്യമുണ്ട്. നോബിയുടെ പെർഫോമൻസ് കാര്യങ്ങളും നല്ലോണം മൂവിയൊക്കെ ജയരാജേട്ടനെങ്കിൽ എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എല്ലാ പിള്ളേരുടെ അവസ്ഥ ഇത് തന്നെ. ലാസ്റ്റ് ആ സന്തോഷിച്ചിരുന്ന ആൺപിള്ളേരെല്ലാം നിശ്ചലരായി എന്നുള്ളതാണ്. അതോർത്തിട്ട് എനിക്ക് വിഷമമുണ്ട്. ശരി മോനെ. How is the movie? Watch with You have to tell me. It was a nice movie. I was very happy. I think everyone, all the actors have done so well. Even small roles, very important. And including the dog. Perfect. ഇങ്ങനത്തെ സിനിമകൾ വരണം. ശരിക്കും നമ്മുടെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അതെ, തീർച്ചയായും ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതായത് അച്ഛനും അമ്മേനെയൊക്കെ സ്നേഹിക്കാത്ത മക്കൾ കാണേണ്ട ഒരു അനുഭവമായിട്ട് പോകും. തീർച്ചയായും കാണേണ്ടതാണ്.